എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചീരത്തോരൻ, അതായത് ചായ മൺസയെന്ന് പറയും. ഏത് വെയിലത്ത് കൊണ്ട് നട്ടാലും വെള്ളത്തിൻ്റെ നനവില്ലാതെ തന്നെ പൊടിക്കുന്ന ഒരു പ്രത്യേക തരം ചീരയാണ്. നല്ല ഔഷധമുള്ള ഒരു ചീരയാണ്. ആദ്യം നമുക്ക് അതിനെ ഇറുത്ത് കഴുകി വെള്ളം തോരാൻ വയ്ക്കാം. ഇല ഇവിടെ കഴുകി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തോർന്നതിന് ശേഷം നമുക്ക് പാചകം ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടച്ച് വേവിക്കില്ല. അടയ്ക്കാതെയാണ് ഈ ചീര ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ രീതിയിൽ കറയുള്ള ഇലയാണ്, പക്ഷേ നല്ല പോഷകമുള്ളതാണ്. ഇല നമുക്ക് അരിഞ്ഞ് തുടങ്ങാം. വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. ഈ തണ്ടെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ അരിയണത്. തണ്ട് ഞാൻ എടുക്കൂല. ഇതുപോലെ നമുക്ക് ഇത് ഇത്രയും അങ്ങ് അരിഞ്ഞെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അരിഞ്ഞു വെച്ചേക്കണ ഇല ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടച്ച് വേവിക്കില്ല. ഇതിൻ്റെ പ്രത്യേകത അതാണ്. ചെറിയ കറയുള്ള ഇലയാണ്, എന്നാൽ നല്ല ഔഷധമുള്ള തോരനുമാണ്. സൈനൈഡിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് മൂടി വെച്ച് വേവിക്കാത്തത്. പ്രത്യേകം ശ്രദ്ധിക്കണം, മൂടി വെച്ച് വേവിക്കരുത്. ഈ നേരത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇലകളിലും മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി, ഒരു 4-5 വെളുത്തുള്ളി അല്ലി, ചെറിയ ഉള്ളി, ഒരു 6 കാന്താരി മുളക്, ആവശ്യത്തിന് ജീരകം, ചെറു ജീരകം, ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കാം. ഇലയ്ക്കൊന്നും അധികം വേവില്ലാത്തതാണ്. ഇതിലോട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇല ഇവിടെ ഏകദേശം റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്യാം.